ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒന്നും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പേടിക്കണ്ടാരും. പിന്നെന്തിനാ ചെറിയൊരു കാര്യം പറഞ്ഞ അപ്പം പോകും അതിനുവേണ്ടി. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് സൗദി അറേബ്യയിൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ജോർദാൻ ബോർഡർ. ഇവിടെ വന്നിട്ട് 1.5 മാസമായി. വരുമ്പോൾ എല്ലാ പ്രവാസികൾക്കും കിട്ടുന്ന പോലെ മോഹന വാഗ്ദാനങ്ങൾ എനിക്ക് കിട്ടി. ഒരു നല്ല കമ്പനിയിൽ ഡ്രൈവറായിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ നോക്കുമ്പോൾ കമ്പനിയും ഇല്ല, ഡ്രൈവറും ഇല്ല. അങ്ങനെ അറിയുന്ന ഒരു സുഹൃത്തിൻ്റെ റൂമിൽ 1.5 മാസമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. രാത്രിയാകുമ്പോഴേ സുഹൃത്ത് തിരിച്ചു വരും. അതുവരെ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക്. അപ്പോൾ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയാണ് എൻ്റെ കുറച്ച് വീഡിയോകൾ നിങ്ങൾ കാണാൻ ഇടയായത്. ആ വീഡിയോ എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ വീഡിയോ കിട്ടുന്ന കമൻറ്റുകൾ, മെസ്സേജുകൾ, ഇതാണ് എന്നെ ഒറ്റപ്പെടലിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റി നിർത്തിയത്. അതിനു വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. തൃപ്തി അല്ലെങ്കിൽ ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്നില്ല. അങ്ങ് അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്, അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 6 നിലകളുള്ള ഈ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വിൽക്കുന്നത് ഭർത്താക്കന്മാരെയാണ്. അപ്പം 1ാമത്തെ നിലയിൽ വില കുറഞ്ഞ ഭർത്താക്കന്മാർ, 2ാമത്തെ നിലയിലെത്തുമ്പം കുറച്ചും കൂടി കൂടിയ മുന്തിയനും ഭർത്താക്കന്മാർ, അങ്ങനെ 6 നിലകൾ. അപ്പോൾ ഈ 2ാമത്തെ നിലയിൽ പോയ ആൾക്ക് തിരിച്ച് 1ാമത്തെ നിലയിൽ വന്നിട്ട് 1ാമത്തെ നിലയിലുള്ള ഭർത്താക്കന്മാരെ വാങ്ങാൻ സാധിക്കില്ല. അവർ തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ ഇത് കേട്ടറിഞ്ഞൊരു സ്ത്രീ അവിടെ ചെല്ലുക. 1ാമത്തെ നിലയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ഭർത്താക്കന്മാരുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്. സ്ത്രീ വിചാരിച്ചു കുഴപ്പമില്ല, ഇത് മതിയോ, പോരാ. ആ സ്ത്രീ 2ാമത്തെ നിലയിലേക്ക് പോവാണ്. 2ാമത്തെ നിലയിൽ എത്തിയേക്കുമ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, അവർ കുട്ടികളെ നന്നായി പരിപാലിക്കുന്നവരുമാണ്. സ്ത്രീ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത് പോരാ, എനിക്കിത് പോരാ. അവൾ 2ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലേക്ക് പോവാണ്. അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, അവർ കുട്ടികളെ നന്നായി പരിപാലിക്കും, മാത്രമല്ല അവർ സുന്ദരന്മാരുമാണ്. അപ്പം ഈ സ്ത്രീ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, വേണ്ട ഇംഗ്ലീഷ് വേണ്ട, കുറച്ചും കൂടി സന്തോഷിക്കുകയാണ്. ജോലിയുണ്ട്, കുട്ടികളെ പരിപാലിക്കും, സുന്ദരന്മാരുമാണ്, മതിയല്ലോ, ഇല്ല പോരാ. അങ്ങനെ ഈ സ്ത്രീ 3ാമത്തെ നിലയിൽ 4ാമത്തെ നിലയിലേക്ക് പോവാണ്. അവിടെ എന്താണെന്ന് അറിയാലോ. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പം ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, കുട്ടികളെ പരിപാലിക്കും, സുന്ദരന്മാരാണ്, മാത്രമല്ല അവർ വീട്ടുജോലി നന്നായിട്ട് ചെയ്യും. ഈ സ്ത്രീ ഭയങ്കരമായിട്ട് പിന്നെ സന്തോഷിക്കുകയാണ്, തുള്ളിച്ചാടുകയാണെന്നറിയാം സന്തോഷം കൊണ്ട്. വീട്ടുജോലിയും കൂടി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. അങ്ങനെ ഇത് മതി എന്ന് മനസ്സിങ്ങനെ പറയുമ്പോഴും വേറൊരു മനസ്സ് പറയുകയാണ്, ഇത് പോരാ, നിനക്ക് പിന്നെ 5ാമത്തെ നിലയിലേക്ക് പോയിക്കൂടെ, അവിടെ ഇതിനേക്കാൾ നല്ലതുണ്ടാവില്ലേ. അങ്ങനെ സ്ത്രീ 5ാമത്തെ നിലയിലേക്ക് പോവാണ്. 5ാമത്തെ നിലയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട്, അവർ കുട്ടികളെ നന്നായി പരിപാലിക്കും, അവർ സുന്ദരന്മാരാണ്, അവർ വീട്ടുജോലി നന്നായി ചെയ്യും, മാത്രമല്ല ഇവിടെ ഉള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ നന്നായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യും. ഇത് മതി എന്ന് അവൾ ഉറപ്പിച്ചെടുത്തുനിന്ന് വീണ്ടും അവളെ മനസ്സ് മാറുകയാണ്. 6ാമത്തെ നിലയിൽ ഇതിനേക്കാൾ നല്ല ഓപ്ഷൻ കിട്ടിയാലും സ്ത്രീ നിന്നില്ല. സ്ത്രീ പോയി 6ാമത്തെ നിലയിൽ എത്തി നോക്കുമ്പോൾ എന്താ, അവിടെ ശൂന്യം, അവിടെ ഒന്നുമില്ല. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ വരുന്ന 3,36,433 സ്ത്രീയാണ് നിങ്ങൾ. ഞങ്ങൾക്കറിയാം, ലോകത്തിലൊരു സ്ത്രീയെയും ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. അതിനൊരു ഉദാഹരണം മാത്രമാണ് ഈ ഒരു നില. ഞങ്ങളുടെ ഹസ്ബൻഡ് ഷോപ്പിംഗ് മാർക്കറ്റിൽ വന്നതിന് നന്ദി. അതാണ് തൃപ്തിയുടെ കാര്യം. ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. നാളെ രാത്രി കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ബുറൈദ എന്ന സ്ഥലത്തേക്ക് യാത്ര പോകേണ്ടിയിരിക്കുന്നു. അവിടെ എന്ത് ഭീകരതയാണ് എന്നെ കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. എങ്കിലും അത് അനിവാര്യമായി ഞാൻ പോവുകയാണ്. തൽക്കാലം നിങ്ങളുടെ ഇവിടെ പറയുന്നു ഫൈസ് പുഴക്കര.